രാജ്യത്ത് നടന്ന ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും അന്വേഷണം CBIക്ക് കൈമാറുമെന്ന് സുപ്രീം കോടതി സൂചിപ്പിച്ചു. ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജോയ്മാല ബാഗ്ചിയും അടങ്ങുന്ന ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനു മുന്നോടിയായി രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിശദാംശങ്ങൾ കൈമാറുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനായി സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതി ഇന്ന് നോട്ടീസ് അയക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസുകളുടെ അന്വേഷണത്തിന് വളരെ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു വിദഗ്ധ വൈദഗ്ധ്യം വേണമെന്ന് കോടതി ചൂണ്ടിക്കാണിക്കാനുണ്ടായത്. തുടർന്നാണ് കേസുകളുടെ അന്വേഷണം CBIക്ക് കൈമാറുന്ന കാര്യം പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. CBIക്ക് വേണമെങ്കിൽ ഈ കേസിന്റെ അന്വേഷണത്തിന് വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. തുടർന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത CBI നിലവിൽ തന്നെ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില കേസുകൾ അന്വേഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ സെക്യൂരിറ്റി ഡിവിഷന്റെ സഹായം ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങളുടെ നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും കേസുകൾ CBIക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ചണ്ഡീഗഡിൽ നിന്ന് 2 മുതിർന്ന പൗരന്മാരുടെ ഈ പണം തട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുപ്രീം കോടതി ഈ സൈബർ ക്രൈമുകൾക്ക് ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വമേധയാ കേസ് എടുത്തിരുന്നത്. ഈ കേസിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.